നമ്മുടെ ഇവിടെ ഫസ്റ്റ് അറ്റംപ്റ്റ് എൻക്ലെക്സ് ആറിന് ട്രെയിനിങ് എടുത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആ എക്സാം പാസ് ആവുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ സ്വീറ്റി ഹായ്. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു സ്വീറ്റി നമ്മുടെ റിസൾട്ട് ഒക്കെ കണ്ടപ്പോൾ റിയാക്ഷൻ? റിസൾട്ട് കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി. ഒത്തിരി നാളത്തെ ഒരു എഫേർട്ടിന്റെ റിസൾട്ട് ആയിരുന്നു അത്. ഒത്തിരി നാളെ ഇങ്ങനെ റിസൾട്ട് കാണണമെന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് പെട്ടെന്ന് കിട്ടുന്നതിനേക്കാൾ നമുക്ക് കൂടുതലാണല്ലോ. അങ്ങനെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ചേച്ചിയും ഒത്തിരി പ്രതീക്ഷിച്ച് കിട്ടിയത് കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ സ്വീറ്റി എങ്ങനെയായിരുന്നു നമ്മുടെ EduIn4U ട്രെയിനിങ്ങിനെ പറ്റി അറിഞ്ഞത്, എൻക്ലെക്സ് ആർ ട്രെയിനിങ്ങിനെ പറ്റി? ഞാനൊരു ഏജൻസി ത്രൂ ആണ് അറിഞ്ഞത് EduIn4Uനെ കുറിച്ച്. അപ്പൊ എൻക്ലെക്സ് ആർ കോച്ചിങ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. 5 മാസത്തെ കോഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഒരു 3 മാസം കൂടി നമുക്ക് ട്രെയിനിങ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നവംബർ ലാസ്റ്റിലായിട്ട് ജോയിൻ ചെയ്തു. 2024 നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തത് അല്ലേ? നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് മെത്തഡോളജി, അവർ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽ, അവരുടെ പ്രസന്റേഷൻസ്, അതെല്ലാം എത്രത്തോളം സ്വീറ്റിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? ടീച്ചിങ് മെത്തഡോളജി പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് നമുക്കിപ്പോൾ ഓരോ ടോപ്പിക് എടുക്കുന്ന സമയത്ത് തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ സമയത്ത് തന്നെ നമുക്ക് പറഞ്ഞു പോകും. അപ്പൊ നമുക്ക് നന്നായി ഓർമ്മ നിൽക്കും. അവര് പഠിച്ച സമയത്ത് അവര് റെഫർ ചെയ്ത ടെക്സ്റ്റ് ഏതൊക്കെയാണ്, ഇപ്പൊ സൈറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് പർച്ചേസ് ചെയ്തത്, നമ്മൾ എങ്ങനെ പോകണം, എത്ര തവണ എത്ര ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം, പിന്നെ എത്രമാത്രം നമ്മൾ ഇതിന്റെ പിന്നിൽ എഫേർട്ട് ഇടണമെന്ന്. അപ്പോൾ ഓൾറെഡി അവർ എൻക്ലെക്സ് ആർ ക്ലിയർ ചെയ്ത് ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. സോ അവർക്കറിയാം എത്ര നമ്മൾ ഇതിന്റെ പിന്നിൽ എഫേർട്ട് ഇടണമെന്ന്. മൺഡേസ് എന്നും ഒരു 2 hours നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഡേ ആയിട്ട് സെറ്റ് ചെയ്തേക്കുക. ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എപ്പോൾ വേണേലും കോണ്ടാക്ട് ചെയ്യാം. ഏത് സമയത്ത് വേണേലും റിപ്ലൈ നമുക്ക് കിട്ടും. എപ്പോൾ വേണേലും മെസ്സേജ് അയക്കാം, എപ്പോൾ വേണേലും വിളിക്കാമെന്നെല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ദിവസം ഇപ്പൊ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്ക് എപ്പോൾ വേണേലും പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് കിട്ടും. ഇപ്പൊ ഏതെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിലും ഒത്തിരി ഏജൻസിയിൽ അന്വേഷിച്ചു, അവിടെയൊന്നും ഇതുപോലെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ അല്ല. EduIn4Uൽ ജോയിൻ ചെയ്താൽ നമുക്ക് അങ്ങനൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. PDF ആയിട്ട് നോട്ട് അയച്ചു തരും. എങ്ങനെ ഏത് രീതിയിൽ ചിന്തിക്കണമെന്ന് ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യണമെന്ന് നമുക്ക് തുടക്കം തൊട്ടേ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റിൽ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ടി വരില്ല. എല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യാനൊരു പേടി തോന്നില്ല ആരുടെ അടുത്തും. അപ്പൊ സ്വീറ്റ് 2024 മുതൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ച് സ്വീറ്റിയുടെ പേഴ്സണലി ആയിട്ടുള്ള കുറെ അർജന്റ് ഇഷ്യൂസും പിന്നെ വർക്കിന്റെ ഇഷ്യൂസും വന്നപ്പോ അതുകൊണ്ടാണ് എക്സാം എഴുതിയെടുക്കാൻ കുറച്ച് ലാഗ് വന്നത് അല്ലേ? ആ സമയത്ത് 2024 മുതൽ 26 വരെ ഉള്ള നമ്മുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? നമ്മുടെ ടീമിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു അത്? ഒത്തിരി നന്ദി പറയണം. കാരണം 2024 തൊട്ട് ഇപ്പൊ ഞാൻ കോഴ്സിനെല്ലാം ചേർന്ന് വർക്കിന്റെ കൂടെയായിരുന്നു ഞാനിത് കൊണ്ടുപോയത്. ഒത്തിരി പേര് അങ്ങനെ എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അത് ഒട്ടും പറ്റുന്നുണ്ടായില്ല. അപ്പൊ കുറച്ചൊക്കെ വെച്ചായിരുന്നു ഓരോ ദിവസം പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ. 5 മാസം കഴിഞ്ഞ് എന്റെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഇടയിലെല്ലാം എന്നെ കോർഡിനേറ്റേഴ്സ് വിളിച്ചിട്ട് എന്തായി, പഠിക്കുന്നുണ്ടോ, അതൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഓക്കെ, ഇപ്പൊ എനിക്ക് കുഴപ്പമെന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് അവര് എന്റെ കാര്യത്തിൽ ഒരു താല്പര്യം കാണിക്കുമ്പോൾ എനിക്ക് എഫേർട്ട് ഇടാൻ തോന്നും. 3 മാസം കൂടിയും കഴിഞ്ഞു. അപ്പോഴത്തേക്കും എന്റെ റെക്കോർഡ് ക്ലാസ്സസിന്റെ വാലിഡിറ്റി തീരാനായി. അപ്പൊ ഇപ്പൊ നമുക്ക് അത്രയും ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, ഇത്ര 8 മാസത്തോളം. ആ ഒരു ഡ്യൂറേഷൻ കഴിയാനായി. ഇപ്പൊ ഞാൻ ഈ കാര്യം ഞാൻ അവരുടെ പറഞ്ഞപ്പോ എന്റെ അടുത്ത് പൈസ ഒന്നും ചോദിച്ചില്ല. കുഴപ്പമില്ല, ക്ലാസ് പഠിച്ചു തീരുന്ന വരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്തോ എന്ന് എനിക്ക് പറഞ്ഞു തന്നു. പഠിക്കുന്നുണ്ടല്ലോ അല്ലെ എന്നൊക്കെ. വീട്ടിലിപ്പോ മമ്മി പോലും എന്റെ അടുത്ത് അത്രയും ചോദിച്ചിട്ടുണ്ടാവില്ല. പഠിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പപ്പയും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് എല്ലാവരും നമ്മുടെ കാര്യത്തിൽ ഒത്തിരി കൺസേൺഡ് ആയിട്ട് ഒത്തിരി ലാഗ് വരുത്തരുത് കേട്ടോ, അപ്പൊ ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ റിസൈൻ വെച്ചു എന്ന് പറയുമ്പോ പിന്നെ ഒരു 1 month കൂടുമ്പോഴായി ചോദ്യമൊക്കെ. അതിനു മുന്നേക്കെ ഒരു കൂടെ നമ്മുടെ അടുത്ത് ചോദിക്കുമായിരുന്നു. പലരും നമ്മുടെ EduIn4Uല് ഒത്തിരി പേര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാള് മാത്രല്ല, ഒത്തിരി പേര് എന്റെ അടുത്ത് എന്തായി, എന്നത്തേക്ക് എടുക്കാൻ എക്സാം ഡേറ്റ്, അതെല്ലാം ചോദിക്കുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ടീം വർക്ക് ആയിരുന്നു ഇത്. ഇവിടുത്തെ കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ക്ലയന്റ് കോർഡിനേറ്റേഴ്സ്, അവരുടെ ഒരു സർവീസ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ടുള്ള സംസാരങ്ങളാണ്. എനിക്ക് ഇതുവരെ ഒരു മോശമായിട്ടുള്ള ഒരു അപ്രോച്ചും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഭയങ്കര സ്നേഹത്തോടെയായിരുന്നു എല്ലാവരും എൻ്റെ അടുത്ത് സംസാരിച്ചതും. നല്ല ഡീലിങ്സ് ആയിരുന്നു എല്ലാവരുടെയും. നമ്മുടെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടൊക്കെയാണല്ലോ പഠിച്ചിരുന്നത്. അപ്പം ആ സമയത്ത് നമ്മുടെ പോർട്ടൽ ആക്സസ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ്
അതിൽ ഇട്ടിരുന്ന നോട്ട്സോ അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരുന്ന ക്വസ്റ്റ്യൻസോ അതെല്ലാം നമ്മുടെ എക്സാമിന് വന്നിരുന്നോ? ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ നോട്ട്സിലെ റാഷണൽസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വേറൊരു രീതിയിൽ ചോദിച്ചിരുന്നു. ഏകദേശം ഒരു 80% ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഫാർമക്കോളജിക്ക് നോട്ട്സ് ഇതെല്ലാം ഒട്ടുമിക്ക അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടുത്തെ നോട്ട്സ് തറവാണെങ്കിൽ തന്നെ വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് പാസ്സാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതില് പഠിച്ച നമ്മുടെ ക്വസ്റ്റിന്റെ ആ ഒരു സൈറ്റിൽ കാണുമ്പോ എന്തായിരുന്നു തോന്നി? ഇത് ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ, അത് എഴുതാൻ പോകുമ്പോ ഒരു സന്തോഷം കിട്ടിയോ? ഉണ്ടായിരുന്നു. ഇനി ഭാവിയിൽ നമ്മൾ റെഫർ ചെയ്യോ ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ Edu&4Uന്റെ ഈ ഒരു സർവീസ്? ഉറപ്പായിട്ട് റെഫർ ചെയ്യും. പിന്നെ ഞാൻ ഓൾറെഡി എന്റെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എന്റെ കൂടെ നഴ്സിംഗ് പഠിച്ച കുട്ടികൾക്കും എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അറിയാം Edu&4Uന്റെ കാര്യമൊക്കെ. അപ്പോൾ അവരൊക്കെ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നവരുണ്ട്. ഇതില് ഓൾറെഡി തുടങ്ങിയിരിക്കുന്ന കുറച്ച് പേരും ഉണ്ട്. അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? എബ്രോഡില് സെറ്റിൽ ആവണം എന്നാണ്. കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഈ കൺട്രീസിൽ ഏതെങ്കിലും രജിസ്റ്റേർഡ് നഴ്സായിട്ട്. എന്തായാലും സ്വീറ്റിയുടെ ആഗ്രഹം പോലെ തന്നെ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒരു നല്ലൊരു രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് സെറ്റിൽ ആവാൻ പറ്റട്ടെ എന്ന് ഞങ്ങളുടെ ടീമും ആഗ്രഹിക്കുന്നു. എനിവേ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് സ്വീറ്റിയുടെ ഈ ഒരു കാത്ത് കിട്ടിയ ആ ഒരു റിസൾട്ടും സ്വീറ്റി ഇപ്പൊ ഹാപ്പി ആയിരിക്കുന്നത് കാണും നമുക്ക് തന്നെ ഭയങ്കര സന്തോഷത്തിൽ ആണ് ഇരിക്കുന്നത് ഞങ്ങളെല്ലാവരും. അപ്പൊ ഇനിയും ഇങ്ങനെ സന്തോഷമുള്ള കുറെ നിമിഷങ്ങളും സന്തോഷമുള്ള കുറെ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ സ്വീറ്റിക്ക്. And thank you so much for joining with us today. Thank you.